വിശേഷം? ഞാൻ ഡിമാർട്ടിൽ പോയിട്ട് വന്ന് അപ്പോൾ ഞാൻ കരുതി എന്തൊക്കെ വാങ്ങിയെന്നൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇത് തിരിച്ച് വരുന്ന വഴിയിൽ വല്ലാണ്ട് ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെപ്സി വാങ്ങിയെന്ന്. ഇതിന് മുമ്പത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെപ്സി വാങ്ങി കുടിച്ചതിൻ്റെ ആ ബോട്ടിലാണ്, അതുകൂടെ പോന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പകുതി എൻ്റെ മോള് കഴിച്ച് ഇപ്പോൾ ഞാനൊരല്പം എടുത്ത് കഴിക്കുന്നു. ഇത് കേടാണ് കേട്ടോ, തൈര്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാമല്ലോ, അങ്ങനെ വാങ്ങിയതാണ്. ഇത് മൈദയാണ്, മൈദ. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ബാഗിൽ ഇരുന്നത് ഞാൻ എടുത്ത് ഇതിൽ കൂട്ടത്തിലങ്ങ് വെച്ചതേ ഉള്ളൂ. ഇതും ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതല്ല. വരുന്ന വഴിയിൽ 2 തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും ടേസ്റ്റൊന്നും കാണത്തില്ല. ബിസ്ക്കറ്റ് വാങ്ങി. ചില ദിവസങ്ങളിൽ ബിസ്ക്കറ്റും പാലും കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അടുത്തത് ഇതൊരു റൂം ഫ്രഷ്നറാണ്. അതായത് അങ്ങനെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓഫറിൽ വാങ്ങിയതാണ്. ടിഷ്യൂ പേപ്പർ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് അതായിരിക്കും ഇതായത്. അടുത്തത് ഇതും ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിമാർട്ടിൽ പോകുന്നത്. കാരണം അവിടെ ആകുമ്പോൾ ഇതുപോലെ ഓഫേഴ്സ് ഉണ്ടാവും. നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇതാണ് പ്രോഫിറ്റബിൾ. പിന്നെ ഇത് പഞ്ചസാര. ഇത് മോൾക്കായിട്ട് വാങ്ങിയതാണ്. ഇത് സ്കൂളിലെ ആവശ്യത്തിനായിട്ട് വാങ്ങിയതാണ്. കുറേ കളർ പേപ്പേഴ്സ്. പിന്നെ ഇത് ബോഡി പെയിൻ മാറാനായിട്ടുള്ളൊരു സ്പ്രേ ആണ്, ജോയിൻറ്റ് മസിൽ സ്പ്രേ. അങ്ങനെ വാങ്ങിയതാണ്. മോക്ക് കൂടെ മുട്ടിന് വേദന വരാറുണ്ട്. അവൾക്ക് ഈ ഡിസ്ലൊക്കേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് തേയില. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ചായ ഇട്ട് കുടിക്കുമ്പോൾ. ഇതിൽ ഈ കാണുന്ന പിക്ചർ കണ്ടില്ലേ, ജിഞ്ചർ, ഏലക്കായ്, പിന്നെ അതുപോലെ തുളസി എല്ലാം കൂടെ ചേർന്നതാണ്. സോ നല്ലൊരു പീസ്ഫുൾ ഫീലാണ് നമുക്കിത് കുടിക്കുമ്പോൾ. പിന്നെ അടുത്തത് ഇതും അവൾക്ക് വാങ്ങിയതാണ്. ഈ ഫാബ്രിക് പെയിൻറ്റ്, പോസ്റ്റർ കളേഴ്സ്. അവൾ നന്നായിട്ട് പടം വരയ്ക്കും, അങ്ങനെ വാങ്ങിയതാണ്. അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, അവൾക്ക് സർപ്രൈസായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ അത് അന്തം വിട്ട് നോക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഇതും അവൾക്ക് വാങ്ങിയതാണ്. ചോക്കോസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ അത് വാങ്ങി. അതാ കടല വാങ്ങി. കടലക്കറി കഴിക്കാൻ കൊതിയായി. അങ്ങനെ പിന്നെ ഞാൻ വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കടലക്കറിയും കൂടെ ഉണ്ടാക്കാം, അങ്ങനെ വാങ്ങി. പിന്നെ വരുന്നത് ഇതൊരു ബോഡി വാഷാണ്. ബോഡി വാഷ് ഇത് വരുന്നത് സന്തൂറിൻ്റെ. നല്ല മണമാണ്, സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യും, നല്ല മണമാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്, സന്തൂറിൻ്റെ. ലീക്ക് ചെയ്യുന്നെന്ന് തോന്നുന്നു ശരിക്കും. ഫൈൻ. അടുത്തത് ഇതെന്താണ്? ഇത് തോരൻപരിപ്പ്, സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ വെട്ട് മലക്കറിയൊന്നും കിട്ടത്തില്ല. നമുക്ക് പോയി സെപ്പറേറ്റ് എടുക്കണം. അതായത് ഓരോ വെജിറ്റബിളും നോക്കി സെപ്പറേറ്റ് പോയി എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കതുപോലെ വെട്ട് മലക്കറി കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല 100 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ ഒരു കവറിൽ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. അങ്ങനെയൊന്നും കിട്ടത്തില്ല ഇവിടെ. പിന്നെ ഇത് ലസ്സി. ഇത് ഞാൻ 4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 എണ്ണം ഞാൻ നേരത്തെ അവിടെ ഡിമാർട്ടിൽ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ലേ. അപ്പോൾ ആദ്യം ഞാൻ അതാണ് പൊട്ടിച്ച് കുടിച്ചത്. പിന്നെയാണ് പെപ്സി വാങ്ങി കുടിച്ചത്. പെട്ടെന്ന് ഒരു തലകറക്കവും ക്ഷീണം പോലെയൊക്കെ വന്നു.
ഇതിന് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് മാംഗോ ഫ്ലേവറായിരുന്നു. അതിപ്പോൾ വന്ന ഉടനെ അവളെടുത്ത് വിഴുങ്ങി. പിന്നെ ഇത് മുളക് പൊടി, നാട്ടിൽ ഉണക്കി പൊടിക്കുന്ന പോലെയുള്ള ഒരു ഗുണമൊന്നും കിട്ടത്തില്ല ഇവിടെ. ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി കെച്ചപ്പാണ്. ഇത് ഇവർക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇവർക്ക് ഈ സ്പൈസിയാണ് കൂടുതലിഷ്ടം. പക്ഷേ എനിക്ക് സ്പൈസി അത്ര പോരാ. പിന്നെ വാങ്ങിയത് ജീരക വെള്ളം കുടിക്കാനായിട്ട് വാങ്ങിയതാണ്. ഇവിടെ അടുത്തൊന്നും ജീരകം കിട്ടുന്നില്ല. ഇവിടെ ജീര റൈസൊക്കെ ആണ് കോമൺ ആയിട്ടുള്ളത്. പക്ഷേ ജീരകം കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഡിമാർട്ട് വരെ പോയത് വാങ്ങാനായിട്ട്. ഇവിടെ ഉള്ളതെല്ലാം പെരുംജീരകമാണ്. പിന്നെ ഈ ഒരു സാധനം ചിയ സീഡ്സാണ്. ഇത് നമ്മളിവിടെ എന്നും രാവിലെ ഈ റേസിൻസ് ഇല്ലേ, ബ്ലാക്ക് റേസിൻസ്, അതായത് കറുത്ത ഉണക്ക മുന്തിരിങ്ങ, അത് നമ്മൾ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് എന്നും രാവിലെ ഞാനും ഇവളും കൂടെ കുടിക്കാറുണ്ട്. അത് ജ്യൂസാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചിയ സീഡ്സും കൂടി ഇട്ടിട്ടാണ് കുടിക്കാറ്. അത് ശരിക്കും നല്ലതാണ് കേട്ടോ, ബ്ലഡ് വയ്ക്കാനും. കാരണം എനിക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇവക്കും, അവൾ കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്കും ഭാവിയിൽ ഈ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അവൾക്കും കൂടി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ ചിയ സീഡും, ഇതാകുമ്പം ഫാറ്റ് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ചിയ സീഡും വാങ്ങി. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനത് മാറ്റി. അതായത് മാംഗോ, പിന്നെ പോമഗ്രനേറ്റ്, പിന്നെ അതുപോലെ ബനാന, ഇത് മൂന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. ഓക്കെ, ബൈ.